വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്ന് നമ്മളിവിടെ ബാത്തുമിലാണ് ഇവിടെ ഉള്ളത്. ട്രിബ്ലിസിയിൽ നിന്ന് ഒരു 5 to 6 hours ഡ്രൈവ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. പക്ഷേ കുറച്ച് നല്ല കാലാവസ്ഥയാണ്, മഴയൊക്കെ ഉണ്ട് ഇന്ന്. ആൻഡ് സീനറിയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഒരു അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ് ട്രിബ്ലിസിയായിട്ട് കമ്പയർ ചെയ്യുമ്പം. ആക്ച്വലി തണുത്തിട്ട് എൻ്റെ ചുണ്ടൊന്നും അനങ്ങുന്നില്ല, അതാണ് പ്രശ്നം. ഇതാണ് അലിയ നീനോ സ്റ്റാച്യു. നിങ്ങൾ ആക്ച്വലി ഗൂഗിൾ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവരുടെ സ്റ്റോറിയൊക്കെ പറയാൻ പറ്റും. എനിക്ക് അത്ര അറിയില്ല പറയാൻ, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ ഇത് ഒരു 15 to 20 minutes ഇങ്ങനെ കറങ്ങും. പക്ഷേ ഇതിപ്പം വർക്ക് ആവുന്നില്ല, അത് അതിനൊരു ഫിക്സ് ടൈം. ഇവിടെ ഉണ്ട് ആക്ച്വലി മൂവിങ് ലവ് മോണ്യുമെൻറ്റ്. ഇത് 2010 ബിൽഡ് ആക്കിയത്. And it was created by Georgian sculptures and figures are moving towards each other. So ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും and then finally they emerge. അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് സ്റ്റാച്ചു ആണ്. പക്ഷേ ഇതിപ്പോൾ തൽക്കാലം വർക്ക് ആവുന്നില്ല. എനിക്കൊന്നും അവർക്കൊരു ഫിക്സ് ടൈം ഉണ്ട്, ഒരു 6 o'clock ആയിരിക്കും അത് സ്റ്റാർട്ട് ആവുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ. തൽക്കാലത്തേക്ക് വർക്ക് ആവുന്നില്ല. ഇപ്പോൾ സമയം ഇവിടെ 1:30 ആയി. ഓക്കെ, സോ ഞങ്ങൾക്കെന്നാൽ ഓരോ വേറെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഞങ്ങൾക്കെന്നാൽ ഈ വഴി പോവാം. ലെറ്റ്സ് ഗോ. ഐ എം റിയലി എക്സൈറ്റഡ് ടു സീ ദിസ് സിറ്റി. ഞാനിത് ഫസ്റ്റ് ടൈം ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ ബാത്തുമിയിൽ ഒരു ആൽഫബറ്റ് ടവറിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ബസ് ABCD ഇങ്ങനെ ജോർജിയൻ ലെറ്റേഴ്സ് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോവും. അപ്പം ഇത് ദൂരെ നോക്കുമ്പം DNA സ്ട്രക്ചറൊക്കെ പോലെ ഉണ്ടെന്ന് ഞാൻ ഗൂഗിളിലൊക്കെ വായിച്ചത്. ആൻഡ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്, വൺ ഓഫ് ദ മെയിൻ അട്രാക്റ്റീവ് ബിൽഡിംഗ് ആണ്. ദൂരെ നിങ്ങൾ നോക്കുമ്പം ബാത്തുമി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ജയൻറ്റ് വീല് കാണും, പിന്നെ ഈ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറും കാണും. പിന്നെ ജയൻറ്റ് വീൽ അവിടെ ഉണ്ട്. ഇതാണപ്പോൾ മെയിൻ ഒരു സെൻറ്റർ. അത്യാവശ്യം എല്ലാം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ അപ്പുറത്ത് ബീച്ചുണ്ട്, പിന്നെ ഈ ടവറുണ്ട്. ആൻഡ് ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ സൈറ്റ്. നിങ്ങളിവിടെ സമ്മറിലൊക്കെ എന്തായാലും ജോർജിയയിൽ വന്നാൽ ബാത്തുമി ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്കിവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ജയൻറ്റ് വീലൊക്കെ ഇപ്പോൾ ഓപ്പൺ അല്ല, കൊറോണ കാരണം തോന്നുന്നു. കുറച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകുമ്പം നിങ്ങൾക്ക് അതിൽ കയറാം. പിന്നെ കുറേ ഇവിടെ ക്രൂയിസൊക്കെ ഉണ്ട്. ക്രൂയിസിന് 120 ലാരി എന്ന് ഞാൻ കേട്ടത്. ഐ തിങ്ക് 2-3 years ago ഇറ്റ് വാസ് 120 ലാരി. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കത്ര ഉറപ്പില്ല. ബട്ട് അവിടെ ചെന്നാൽ യു വിൽ നോ ദ ഡീറ്റെയിൽസ്. ഒരു 10-12 പേരായിട്ട് വരികയാണെങ്കിൽ 10 ലാരി per person കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തായാലും സമ്മറിലൊക്കെ ഇങ്ങോട്ട് വരണം. ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ നല്ലൊരു ദിവസമാണ് വന്നത്, നല്ല മഴയുള്ള ദിവസം. അതുകൊണ്ട് കൈയൊക്കെ കുറച്ച് ഐസായി പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു നാളെ നല്ല വെയിലുണ്ട് എന്ന്. അപ്പോൾ നാളെ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടെ ഇവിടെ കാണിച്ചു തരാം. തൽക്കാലം നമ്മൾ ജയൻറ്റ് വീലോട്ട് പോവാണ്. അവിടെ എന്തൊക്കെയുണ്ട്, താഴെ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് എന്നൊക്കെ നമുക്ക് നോക്കാം. കുട്ടികൾക്ക് വേറെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. ഷിറ്റ്, ഇവിടെ മൊത്തം വെള്ളമാണ്, നല്ല മഴ. ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ ആക്ച്വലി എത്തിയത്. പക്ഷേ ഇന്നലെ ഞങ്ങൾ രാത്രി ഒരു 7-8 മണിയൊക്കെ ആയി എത്തിയപ്പം. അതിനിടയിൽ റൂമിൻ്റെ പ്രശ്നമായി. ഫസ്റ്റ് റൂം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തപ്പം അത് കുറച്ച് പണി പാളി. കാരണം അവിടെ വൈഫൈ കിട്ടുന്നുണ്ടായിട്ടില്ല. പിന്നെ 38th floor, ഏറ്റവും ടോപ്പ് ഫ്ലോറില്ല, എനിക്ക് 58 floors കണ്ടുണ്ട്. പക്ഷേ 38th floorലായിരുന്നു. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു അവിടെ. പക്ഷേ ഇതുപോലെ വൈഫൈ ഉണ്ടായിട്ടില്ല, ഒരു റൂം സർവീസും ആൾക്കാരുണ്ടായിട്ടില്ല. താഴെ ഒരാളുണ്ടായിട്ടുള്ളൂ, അയാളെ വിളിച്ചാലും കിട്ടില്ല. താഴെ പിന്നെ 38th floor താഴെ വരെ പോയിട്ട് വേണം ഓരോന്നൊക്കെ ചോദിക്കാൻ. അങ്ങനെ എന്നിട്ട് നമ്മൾ ഫ്ലാറ്റ് അവിടെ നിന്ന് മാറി 28ാം നിലയിൽ കിട്ടി വരണം. അവിടെ ചെന്ന് നോക്കുമ്പോൾ ബാത്റൂം അടച്ചാൽ പിന്നെ തുറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തുറക്കാനും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവർ രാവിലെ 9 മണിക്ക് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞു. അതും കുറച്ച് പാളിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ചെക്ക് ഔട്ട് ചെയ്തു. ഇനിയിപ്പോൾ വേറെ ഫ്ലാറ്റ് ഉണ്ടോ നോക്കണം. മൊത്തത്തിൽ
നല്ല പാളിയ ട്രിപ്പായി എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും ജൈൻറ്റ് വീൽ നോക്കാം. ഓക്കെ, കം ഓൺ ഗൈസ്. ഇതിവിടെയുള്ള ബോട്ടുകളാണ്. നിങ്ങൾക്ക് ഒരു 100-120 ലാരി കൊടുത്താൽ ഇതിൽ കയറാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയില്ല എത്രയാണെന്ന്. ക്രൂസൊക്കെ 100 ലാരി എന്നാണ് കേട്ടത്. ബോട്ടൊക്കെ എനിക്ക് തന്നെ 10-30 ലാരി ആയിരിക്കും. ആൻഡ് മേ ബി ഫോർ 1 hour യു ക്യാൻ റൈഡ്. ഞാനിതിൽ പോയിട്ടില്ല. പിന്നെ ഇവിടെ ബൈക്കൊക്കെ നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ബൈക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ റെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ എനിക്ക് അങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ദ വെദർ ഇസ് നോട്ട് സോ പ്രെഡിക്റ്റബിൾ. അതുകൊണ്ട് ചിലപ്പം ഹൈ ടൈഡൊക്കെ ആയതുകൊണ്ട് ദേ വുഡൻറ്റ് ടേക്ക് യു ഫോർ ദ റൈഡ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഇവിടെ സമ്മറാണ്. ഇവിടുത്തെ സമ്മറാണ് ഏറ്റവും ഫേമസ്. നിങ്ങളിപ്പോൾ ഇവിടെ സമ്മറിൽ വരാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം. ഓക്കെ, ഒരാഴ്ചത്തേക്ക് വരാണെങ്കിൽ 2 days ഇവിടെ സ്പെൻഡ് ചെയ്താൽ മതി. യു വിൽ നോ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തൊക്കെ കറങ്ങാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളെ അവിടെ കൂട്ടാം. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ റൂം ടൂർ. ആൻഡ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മഴയൊക്കെ നിന്നു. പക്ഷെ എന്നാലും കൈയൊക്കെ ആക്ച്വലി ഐസായിട്ടുണ്ട്. ദിസ് ഈസ് ലൈക്ക് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് വിൻ്റർ, യുനോ. കൈയൊക്കെ മരവിച്ച് വി കാൻ ടേക്ക് പ്രോപ്പർ വ്ളോഗ്സ്. എനിക്ക് ആക്ച്വലി ചുണ്ടൊന്നും അനങ്ങുന്നില്ല തണുത്തിട്ട്. ഞങ്ങൾക്കെന്നാൽ റൂമിൽ പോയിട്ട് കുറച്ചൊന്ന് വാമായിട്ട് ഞാൻ അടുത്ത റൂമുകൾ കാണിച്ചു തരാം. ഓക്കെ, റൂമിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങൾ വിചാരിച്ചു അടുത്തുള്ള ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഫിഷ് വാങ്ങിച്ചിട്ട് ഈ ഹോട്ടലിൽ കൊടുത്ത് അവർ ഗ്രില്ല് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഹോട്ടലിൽ പോയിട്ട് ഡിന്നർ കഴിക്കാൻ വിചാരിച്ചു. ഡിന്നർ കഴിക്കാനുള്ള സമയം ആയിട്ടില്ല. പക്ഷേ ഇവിടെ കർഫ്യൂ 9 മണി ആയതുകൊണ്ട് 7 മണിക്കുള്ളിലൊക്കെ അടയ്ക്കും. സോ വേഗം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഹോട്ടലിൽ കയറി. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരുമ്പോൾ കാണാം. നമ്മുടെ സെക്കൻഡ് ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. ആൻഡ് I think this is a bathroom. Wow, this is actually nice. The heater is on. It's nice. It's a shower. Towels ഒക്കെ ഉണ്ട് ഇവിടെ. Oh my god, ഇത് നോക്കിയേ, എന്തോരം കണ്ടീഷണർ, എന്തോരം ലോഷൻസ് ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ 6 പേരുണ്ട്. അപ്പോൾ 6 പേർക്ക് ഒരു സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് സോ നൈസ്. അപ്പം ബാത്റൂം ഇതാണ്. പിന്നെ ഇതവരൊരു സോഫ ബെഡ് പോലെ ആക്കിയതാണ്. അപ്പോൾ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. There's a small kitchen and it's pretty nice. Oh, there's a bedroom here. Wow.
Oh, sorry. I get it. Oh, actually nice, isn't it? Wow. This is so pretty. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. Wow. അതായിരുന്നു നമ്മുടെ ഒരു ബെഡ്റൂമിന്റെ വ്യൂ. ആൻഡ് ഇവിടെ നമുക്ക് ആക്ച്വലി വേറൊരു വ്യൂ ആണ്. നമുക്കപ്പോൾ ഇവിടുന്ന് ഇനി നാളെ രാവിലെ സൺറൈസ് കാണാം ആൻഡ് സൺസെറ്റും കാണാം ഇന്ന്. So I'm really excited for that, guys. ഞാൻ കാണാൻ പറ്റുന്നത് ഞാൻ എന്തായാലും ടൈം ലാപ്സ് എടുത്തിട്ട് കാണിച്ചു കാണിക്കാം. ഇനി നമുക്ക് മറ്റേ ബെഡ്റൂം നോക്കാം. This is the other bedroom. And ഇവിടെയും ഒരു വ്യൂ ഉണ്ട്. So ഈ റൂമിന്റെ വ്യൂ ആണിത്. Wow. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ് ആൻഡ് ദ വീഡിയോ. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് താമസിച്ച ഹോട്ടൽ, ഓർബി എന്നതിൻ്റെ പേര്. പൈസ നിങ്ങൾക്ക് വേസ്റ്റ് ആക്കണ്ടേ, ഇങ്ങോട്ടേക്ക് വരരുത്. അവരുടെ സർവീസും അത്ര നല്ലതായിരുന്നില്ല, വിളിച്ചാലൊന്നും റിസപ്ഷനിൽ കിട്ടില്ല, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ റൂം ടൂർ ഞാൻ വീഡിയോൻ്റെ എൻഡിലിടാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്സ് ബിൽഡിംഗ് ആണ് ഞങ്ങൾ രണ്ടാമത് താമസിച്ചത്, അലയൻസ് പാലസ്. അത് കമ്പയർഡ് ടു ദ ഫസ്റ്റ് വൺ ഇറ്റ് വാസ് ദ ബെസ്റ്റ്. ഇറ്റ് വാസ് റിയലി നൈസ്, ഓർഗനൈസ്ഡ് ആയിരുന്നു, സർവീസൊക്കെ പൊളിയായിരുന്നു, എപ്പോൾ വിളിച്ചാലും കിട്ടും. പിന്നെ അവരുടെ എന്താ പറയുക, അവർക്ക് നെസസറി ആയിട്ട് എല്ലാ ഐറ്റംസും അവരുടെ റൂമിലുണ്ടായിരുന്നു. ആൻഡ് വി എൻജോയ്ഡ് എ ലോട്ട്, വ്യൂ ഒക്കെ പൊളിയായിരുന്നു. സോ ഇറ്റ് വാസ് എ ഫൺ ട്രിപ്പ്. ദ സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബോറായിപ്പോയി. പക്ഷേ സെക്കൻഡ് ഡേ വി എൻജോയ്ഡ്, ഇറ്റ് വാസ് സണ്ണി ആൻഡ് ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് ഫൺ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് വാച്ചിങ് മൈ വ്ളോഗ്സ്. എനിക്ക് കുറച്ച് മെസ്സേജൊക്കെ കിട്ടിയിരുന്നു നിങ്ങളുടെ നിന്ന്. ഇറ്റ് വാസ് റിയലി മോട്ടിവേറ്റിംഗ് ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വ്ളോഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ബാത്തുമിയിലാണ്. ഇത് ആക്ച്വലി ടിബ്ലിസി പോലത്തെ തന്നെ ജോർജിയൻ വേറെ സിറ്റിയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 100 ഫ്ലാറ്റിൽ ബാത്റൂം ലോക്ക് ഇല്ല. അതായത് ഇപ്പോൾ തുറന്നാൽ ഞങ്ങൾക്ക് ഇതിനുള്ളിൽ ഒരാളിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ ഞാൻ തുറക്കുന്നില്ല, വെറുതെ തന്നെ അവരൊക്കെ മാറ്റിക്കുന്നത്. സോ ഞാൻ ഈ റൂം ടൂർ കാണിച്ചിടാൻ വിചാരിച്ചു. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ റൂം ടൂർ കാണിക്കാൻ. പക്ഷേ ഇതത്ര പോരാ. ഈ മുറി ഞങ്ങൾ ഫോട്ടോസിലൊക്കെ കാണുന്നതിനേക്കാൾ ചെറിയൊരു മുറിയാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാത്റൂം പോകാൻ പറ്റില്ല. ഇതൊരു ചെറിയ സോഫയാണ്, ബെഡാക്കിയിട്ട് നമ്മളിവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ
വ്യൂ ഞാൻ കുറച്ചായിട്ട് കാണിച്ചു തരാം. നമുക്ക് ആ വഴി പോകാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് റൂം. ഇത് അത്യാവശ്യം ഒരു 2-3 പേർക്ക് കിടക്കാനുള്ളൊരു അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ TV ഉണ്ട്, വർക്ക് ആവുന്നില്ല, വെറുതെ ഷോ ആണ്. സോ നിങ്ങൾ ഈ റൂം എടുക്കരുത് എന്ന് ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഓർബിയുടെ ഒന്നും എടുക്കണ്ട, ബിക്കോസ് ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഫ്ലാറ്റായി മാറുന്നേ. ഫസ്റ്റ് ഫ്ലാറ്റ് മാറിയപ്പോൾ അവിടെ വൈഫൈ ഇല്ല, TV ഇല്ല, ഒരു കുന്തവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ് ഫ്ലാറ്റോട്ട് മാറി. ഇവിടെ ആണെങ്കിൽ ബാത്റൂം ഇല്ല. എന്താണ് ഇതിന്റെ രണ്ടാമത്തെ മുറി. ഇവിടെ പിന്നെ അതേ ഉള്ളൂ, കുറച്ചും കൂടി ചെറിയ മുറിയാ. പക്ഷെ ഇവിടെ ഒരു ബാൽക്കണി ഡോർ ഉണ്ട്, അത് ഞങ്ങൾക്ക് പുറത്തു പോവാം. ലെറ്റ്സ് ഗോ.